Hi guys, welcome back to my channel Roopesh Tech Zone. മച്ചാമരെ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് ആണ് അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ സൈക്കിളിൽ കൊടുക്കുന്ന ഒരു ലൈറ്റ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഈ ഒരു വീഡിയോക്ക് ആദ്യം ആരാണ് കമന്റ് ചെയ്യുന്നത് അവർക്ക് നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് കമന്റ് ചെയ്തേക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. അതുപോലെ തന്നെ ആ ഒരു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് സെലക്ട് ചെയ്ത് വെക്കാൻ മറക്കരുത്. ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. നല്ല അടിപൊളി പാക്കിങ് തന്നെയാണ് വന്നിരിക്കുന്നത്. കളർഫുൾ ആയിട്ടുള്ളൊരു പാക്കിംഗ് ആണ് കേട്ടോ. പ്രോഡക്റ്റിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സംഭവങ്ങളെല്ലാം ഈ ഒരു പാക്കിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ഇതെല്ലാം അപ്പോൾ ഇതിൽ കൊള്ളുമോ എന്നൊരു ഡൗട്ടാണ്. പിന്നെ മെയ്ഡ് ഇൻ ചൈനയാണ് കേട്ടോ. ഇന്ത്യയുടെ പ്രൊഡക്റ്റ് ഒന്നല്ല, ചൈനയുടെ പ്രൊഡക്റ്റാണ്. LED ലൈറ്റിന് വേണ്ടി മാത്രമല്ല ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുക. സ്റ്റോപ്പ് വാച്ച്, അതുപോലെ തന്നെ സ്പീഡ് മീറ്റർ, അതുപോലെ നമുക്ക് ഹോണ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 6 ടൈപ്പിലുള്ള ഹോണും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഏതായാലും നമുക്ക് ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു പ്ലാസ്റ്റിക് കവറിലൊക്കെ ആയിട്ടാണ് തോന്നുന്നു നമ്മുടെ പ്രൊഡക്റ്റ്. ഇതാണ് കേട്ടോ നമ്മുടെ പ്രൊഡക്റ്റ്. ഏതായാലും നമ്മുടെ ഈ ഒരു സംഭവം നമുക്ക് ലാസ്റ്റായിട്ട് ചെക്ക് ചെയ്യാം. നമുക്കിതിൻ്റെ ആക്സസറീസും കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം. നമുക്കൊരു യൂസർ മാനുവലും ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ കിട്ടുന്നുണ്ട്. ആദ്യമായിട്ട് തന്നെ നമുക്ക് യൂസർ മാനുവൽ ഒന്ന് ചെക്ക് ചെയ്യാം. എന്നാൽ മാത്രമേ പ്രൊഡക്റ്റിൻ്റെ ഫുള്ള് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഗായ്സ്, ഇത് ഫുള്ള് ചൈനീസ് ആണല്ലോ. ഫ്രണ്ട്സ്, ഇത് നമ്മൾ വെറുതെ നോക്കുകയാണെന്ന് തോന്നുന്നു. ഇതിൽ ചൈനീസ് അല്ലാതെ വേറെ ഒരു ലാംഗ്വേജ് ഇല്ല. പിന്നെ ചിത്രം കണ്ട് മനസ്സിലാക്കേണ്ടി വരും. ഗൈസ്, ഇതേ പുറത്ത് ഇംഗ്ലീഷായിട്ട് കൊടുത്തിട്ടുണ്ട്. സീനില്ല. അപ്പോൾ ഈ ഭാഗത്തായിട്ട് ഇംഗ്ലീഷിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫുൾ ആക്സസറീസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എങ്ങനെയാണ് ആ സെൻസറും കാര്യങ്ങളൊക്കെ വെക്കേണ്ടത്, സ്പീഡ് മീറ്ററിൻ്റെ സെൻസറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വെക്കേണ്ടത്, അതുപോലെ ബാറ്ററിയുടെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, എത്ര ടൈപ്പിലുള്ള സംഭവങ്ങളുണ്ട് എന്നൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വായിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ വളരെ ലെങ്ത്ത് കൂടുതലായിരിക്കും. അതുകൊണ്ട് പിന്നെ നമ്മൾ അതൊന്നും നോക്കുന്നില്ല. നമുക്ക് ഏതായാലും ആക്സസറീസും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. ഫ്രണ്ട്സ്, നമുക്കൊരു USB ചാർജിങ് കേബിൾ കിട്ടുന്നുണ്ട്. ഈ ഒരു പ്രൊഡക്റ്റ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പവർ ബാങ്ക് അല്ലെങ്കിൽ ചാർജറൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നീട് ഇതെന്താണെന്ന് വെച്ചാൽ സ്പീഡിൻ്റെ സെൻസറാണ്. ഈ ഒരു സംഭവമാണ് സെൻസർ. ഈ ഒരു സ്പീഡ് മീറ്റർ, നമുക്ക് എത്രത്തോളം സ്പീഡിലാണ് നമ്മൾ ഈ ഒരു സൈക്കിൾ ഓടിച്ചു പോകുന്നത് അത് കാണാൻ വേണ്ടിയിട്ടാണ്. ഇത് കണക്ട് ചെയ്യാനുള്ള ഒരു പിന്നും അതിലുണ്ടെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ടൈ ഒക്കെ കിട്ടുന്നുണ്ട്, നമുക്ക് വെച്ച് ടൈറ്റ് ചെയ്യാനുള്ളതാണ്. പിന്നെ ഇതാണ് ഗൈസ് നമ്മുടെ ആ ഒരു സ്വിച്ച്, ഹോണിൻ്റെ സ്വിച്ചാണ്. പിന്നെ ഈ ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ആ ഒരു സെൻസർ വർക്ക് ചെയ്യുന്നത്. അതെങ്ങനെയൊക്കെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു സൈക്കിളിൽ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുന്ന ടൈമിലാണ് നമ്മുടെ ഹോണും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആ ഒരു ചാർജ് ചെയ്യുന്ന അതേ പോർട്ടിൽ തന്നെയാണ് ഈ ഒരു കേബിൾ നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത്. 2 സ്വിച്ചുകളാണ് ഇവിടെ വരുന്നത് കേട്ടോ. പിന്നീട് ഈ വരുന്ന 2 കഷ്ണങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ പോലുള്ള ഒരു ഡബിൾ സൈഡ് സ്റ്റിക്കറാണ്. 2 സൈഡിലും ഇതുപോലെ പശയുള്ളൊരു സ്റ്റിക്കറാണ്. നമുക്ക് ആ ഒരു സംഭവം ഫിറ്റ് ചെയ്ത് വെക്കാനുള്ളതാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത്. നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ പുറത്തെടുക്കാനായിട്ട് പോവുകയാണ്. ഗൈസ്, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡിസൈനിലാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ഫ്യൂച്ചർ എന്ന് പറയുന്നത് വാട്ടർ പ്രൂഫാണ്. ഈ വാട്ടർ പ്രൂഫാണെന്ന് വിചാരിച്ച് വെള്ളത്തിൽ കൊണ്ടേ മുക്കൊന്നും ചെയ്യരുത്. അത്രത്തോളൊന്നും വാട്ടർ പ്രൂഫ് ഉണ്ടാവില്ല ചൈനേൻ്റെ പ്രൊഡക്റ്റ് അല്ലേ. പിന്നെ പ്രൊജക്റ്റ് ലൈറ്റാണ് വരുന്നത്. അതായത് ഒരു ലെൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ലൈറ്റ് ദൂരത്തോട്ട് വരുന്നത്. പിന്നെ ഇതെന്ത് സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ കുറേ നേരമായി നോക്കുന്നു. പിന്നെ നമുക്ക് ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്. ഇതിലൊരു ഡിസ്പ്ലേയും അതുപോലെ 3 സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാക്കിലായിട്ട് ഇതേ കുറച്ച് പോർട്ടുകളും വരുന്നുണ്ട്. 2 പോർട്ടാട്ടോ വരുന്നത്. ഇത് നമ്മുടെ ആ ഒരു സെൻസർ ഫിറ്റ് ചെയ്യാനുള്ള പോർട്ടും അതുപോലെ മറ്റേത് ആ ചാർജ് കേബിൾ, ഈ ഒരു സെൻസർ ഫിറ്റ് ചെയ്യാനുള്ള ഈ ഒരു പോർട്ടാണത്. ഈ മുകളിൽ കാണുന്ന ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഹോണിൻ്റെ ഹോണിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു പോർട്ട് കൂടെയാണ്. നമുക്കിനി ഓൺ ചെയ്ത് നോക്കാം. ഓൺ ചെയ്യാനായിട്ട് ഈ ഒരു ബട്ടണിലൊന്ന് പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഡിസ്പ്ലേയിലൊക്കെ ഒരു ബ്ലൂ കളർ LED ഒക്കെ ആയിട്ട് കാണാം. ഈ ഒരു ലൈറ്റ് ഇപ്പോഴും കത്തിയിട്ടില്ല. അതെങ്ങനെ കത്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിൽ നെക്കി പിടിക്കുക, അതായത് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴാണ് ആ ഒരു ലൈറ്റ് കത്തുന്നത്. ലൈറ്റ് കത്തുന്നത് എന്ന് പറയാൻ പറ്റില്ല, പ്രകാശിക്കുന്നത് എന്നേ പറയാൻ പറ്റുള്ളൂ. ഗൈസ് കണ്ടോ,
ഇതിൽ ഈ ഒരു ലൈറ്റിൻ്റെ 2-3 ടൈപ്പ് മോഡുകളൊക്കെ അവൈലബിൾ ആണ്. നമ്മളൊന്ന് പ്രസ് ചെയ്യുകയാണ്, അപ്പോൾ ലൈറ്റ് ജസ്റ്റ് ഒന്ന് കുറയുന്നുണ്ട്. പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴാണ് ഇത് ഓഫ് ആവുന്നത് കേട്ടോ. പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഓൺ ആവും ചെയ്യുന്നു. നമ്മൾ ഒറ്റ ക്ലിക്ക് ചെയ്താൽ ലൈറ്റ് ജസ്റ്റ് ഒന്ന് കുറയും. പിന്നെ ഓരോ മോഡുകളായിട്ടാണ് മാറുന്നത്. ഇപ്പോൾ ലൈറ്റ് ജസ്റ്റ് കുറയുന്നുണ്ട്. പിന്നീട് ഇതൊരു ബ്ലിങ്കിങ് ഒരു മോഡാണ് വരുന്നത്. പിന്നെ നമ്മൾ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്യുകയാണ്, അപ്പോൾ ഈ ഒരു ലൈറ്റ് ഇതുപോലെ കത്തി നിൽക്കുകയാണ് ചെയ്യുന്നത്. സംഭവം ഏതായാലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ താഴെ കാണുന്ന 2 സ്വിച്ച് ഉണ്ട്, പ്ലസ് മൈനസ് 2 സ്വിച്ചുകളാണ്. അത് നമ്മുടെ ആ ഒരു ഡിസ്പ്ലേയുടെ മോഡുകൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്രണ്ട്സ്, ഇനി എങ്ങനെ ഈ ഒരു ലൈറ്റ് നമ്മുടെ സൈക്കിളിൽ സെറ്റാക്കാൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ എൻ്റെ അനിയൻ്റെ സൈക്കിളിലാണ് ഈ ഒരു സംഭവം സെറ്റാക്കിയിട്ട് കാണിക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു സംഭവം നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ടൈറ്റ് ചെയ്തിട്ടാണ് ആ ഒരു കമ്പിയിൽ നമ്മൾ സെറ്റാക്കി വെക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങനെ വെക്കുക, എന്നിട്ട് ഈ ഒരു സംഭവം കമ്പിയുടെ ഇടയിൽ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ടൈറ്റാക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരിക്കലും തിരിഞ്ഞ് പോകുന്നില്ല കേട്ടോ, കാരണം ഒരു റബ്ബറിൻ്റെ ഒരു അടിപൊളി ഫിറ്റായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് വരുന്നത്. കണ്ടോ ഗൈസ്, ഒരിക്കലും പോരുന്ന അവസ്ഥയൊന്നും ഉണ്ടായിരിക്കില്ല, നമ്മൾ എടുത്താൽ തന്നെ പോരുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ആ ഒരു രീതിയിൽ തന്നെ സൈക്കിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഗൈസ് കണ്ടോ, ഇതുപോലെ നല്ല ഫിറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലെയാണ് നമ്മൾ വെക്കേണ്ടത്. നല്ല ടൈറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് പോവുകയാണ്. ആദ്യമായിട്ട് ഈ ഒരു സംഭവം നമ്മൾ ഹോണൊക്കെ വെക്കുന്ന ഈ ഒരു സംഭവം ഇതുപോലെ തന്നെയാണ് ടൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു കമ്പിയിലായിട്ട് സെറ്റാക്കി വെക്കണം. കമ്പിയിൽ സെറ്റാക്കി വെക്കുന്നതിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ കണക്ഷൻ ഒന്ന് കൊടുക്കാം. എന്നാൽ പിന്നെ ആ ഒരു വയർ നമുക്ക് നല്ല സേഫ്റ്റി തന്നെ ആ ഒരു സംഭവം സെറ്റാക്കി വെക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പോർട്ടിലാണ് നമ്മളിത് കണക്ട് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു പോർട്ടിൽ ഇത് കണക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വയറൊക്കെ ജസ്റ്റ് ഒരു അടിപൊളിയായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് കൊടുന്നിട്ട് ഇവിടെയാണ് നമ്മൾ ഈ ഒരു ഹോണിൻ്റെ ഈ ഒരു സ്വിച്ച് സെറ്റാക്കാനായിട്ട് പോകുന്നത്. കമ്പിയിലൂടെ വയർ ചുറ്റിയിട്ടാണ് നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വയർ ഒരിക്കലും അരിഞ്ഞു പോവില്ല എന്നൊരു തോന്നലുണ്ട്, അതുകൊണ്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇവിടെ ആയിട്ടാണ് നമ്മൾ സെറ്റാക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ആണ് ചെയ്യുന്നത്. ഇതുപോലെ വെച്ചിട്ട് ആ ഒരു സംഭവത്തിൽ ഇങ്ങനെ വലിച്ച് പിടിച്ച് കുളത്തി വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഹോൺ അടിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇനി ഈ ഒരു കേബിൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്പീഡ് മീറ്ററിൻ്റെ ഒരു സെൻസറാണ്. അപ്പോൾ ആ ഒരു സംഭവം കണക്ട് ചെയ്യേണ്ടത് ഈ ഒരു പോർട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു പിൻ ഈ ഒരു പോർട്ടിൽ കണക്ട് ചെയ്യുക. ഇനി നമ്മൾ ഈ ഒരു വയർ എങ്ങോട്ടാണ് എടുക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇതിൽ കുറച്ച് ടൈ കേബിൾസൊക്കെ കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ ഈ ഒരു മാഗ്നറ്റ് പവറുള്ള ഈ ഒരു സംഭവം നമ്മളുടെ ഈ ഒരു കമ്പിയിലായിട്ട് സെറ്റാക്കി വെക്കണം. അതായത് ഈ ഒരു ടയറിലുള്ള കമ്പിയിൽ കേട്ടോ, ടയറിലുള്ള കമ്പിയിൽ ഇതുപോലെ സെറ്റാക്കി വെക്കുകയാണ് ചെയ്യേണ്ടത്. അത് സേഫ്റ്റി ആയിട്ട് നിൽക്കാനുള്ള ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ആയി തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ ടൈറ്റ് ചെയ്ത് വെക്കുക. ഇതിങ്ങനെ ടയർ ഇങ്ങനെ തിരിയുന്ന ടൈമിൽ ഇവിടെ തട്ടൊന്നും ചെയ്യരുത്, ഈ ഒരു കമ്പിയിൽ ടച്ച് ചെയ്യുകയൊന്നും ചെയ്യരുത്. ഇപ്പോൾ ടച്ച് ചെയ്യുന്നൊന്നുമില്ല. ഇനി ഇവിടെ ആയിട്ട് നമ്മൾ ഈ ഒരു സെൻസർ സെറ്റാക്കി വെക്കണം. അത് ആ ഒരു മാഗ്നറ്റ് പവറുള്ള ആ ഒരു സംഭവം കറങ്ങുന്നതിൻ്റെ അതേ ദിശയിലായിരിക്കും ഇത് വെക്കേണ്ടത്. ആ ഒരു സംഭവം കറങ്ങുന്നതിനനുസരിച്ചാണ് ഈ ഒരു സെൻസർ വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ടൈ ഉപയോഗിച്ച് ടൈറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് നൈറ്റ് ആവുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നാലേ ടോർച്ചിൻ്റെ ലൈറ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മൾ ആദ്യമായിട്ട് സ്പീഡ് മീറ്ററാണ് കേട്ടോ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിപ്പോൾ സൈക്കിളിൽ കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകാനായിട്ട് തുടങ്ങുകയാണ്. ഗൈസ് കണ്ടോ, ഞാൻ പോകുന്നതിനനുസരിച്ച് ഇവിടെ സ്പീഡ് കൂടുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്കിവിടെ മുകളിലായിട്ട് ചാർജിങ്ങിൻ്റെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വോയിസിൽ ചിലപ്പോൾ ബ്രേക്കും കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പ്രോഡക്റ്റ് റീചാർജ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു പോർട്ടിൻ്റെ ഭാഗത്ത് റെഡ് കളർ LED-യും നിറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീൻ കളർ LED-യാണ് കത്തുക. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ലൈറ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാനിപ്പോൾ ഇത് ഓണായിട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഞാനിപ്പോൾ ലൈറ്റ് ഓൺ ചെയ്യാനായിട്ട് പോവുകയാണ്. ലോങ് പ്രസ് ചെയ്യുമ്പോഴാണ് ലൈറ്റ് ഓൺ ആവുക. ഗൈസ് കണ്ടോ, നല്ല പകൽ പോലെയാണ്, നല്ല കിടുക്കാച്ച് ലൈറ്റാണ് വരുന്നത്. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം പതിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇനി അടുത്തൊരു മോഡ് നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. ഒരു ബ്ലിങ്കിങ് മോഡാണ് വരുന്നത്. ഗൈസ് കണ്ടോ, ഇപ്പോൾ നമ്മുടെ ആ ഒരു ഓറഞ്ച് കളർ LED-യാണ് കത്തി നിൽക്കുന്നത്. നല്ല ലൈറ്റ് കാണുന്നുണ്ട്, പക്ഷേ ക്യാമറയിൽ എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാനിനി അനിയൻ്റെ കയ്യിലൊന്ന് കൊടുക്കുകയാണ് സൈക്കിൾ ഓടിക്കാനായിട്ട്. എത്ര ദൂരെ നിന്ന് വരുമ്പോൾ എത്രത്തോളം ലൈറ്റ് ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ആ ഒരു ഓറഞ്ച് ലൈറ്റ് ഇട്ടാണ് ഇപ്പോൾ അവന് വരുന്നത്. ഇപ്പോൾ ആ ഒരു വൈറ്റ് കളർ LED, അതായത് സാധാരണ ആ ഒരു ലൈറ്റ് ഇട്ടിട്ടാണ് വരുന്നത്. റോഡൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നല്ലൊരു കിടിലൻ പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ. പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്.